ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിലൂടെ ശിരോചർമ്മത്തിലെ രക്തോട്ടം വർദ്ധിച്ച് മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനും മുടി നല്ല കരുത്തോട് വളരാനും ഇതുകൂടാതെ മുടി പൊട്ടിപ്പോകുന്നതും മുടി പൊഴിഞ്ഞു പോകുന്നതും ഒക്കെ നിയന്ത്രിച്ച് മുടി ആരോഗ്യത്തോട് വളരാനും സഹായിക്കും. ആദ്യം തന്നെ തലയിൽ തേക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. ഈ ഒരു ചരുവത്തിന് കാൽച്ചുരുവ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ചരുവത്തിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് തലയിൽ തേക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുത്ത് ചൂടാക്കാനായി വെക്കാം. ഈ എണ്ണ ഇപ്പം കട്ട പിടിച്ചിരിക്കുക. നമ്മൾ ഏതെണ്ണയാണോ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നേരിട്ട് സ്റ്റൗവിൽ വെച്ച് കാച്ചെണ്ണ ചൂടാക്കുമ്പം എണ്ണയിലുള്ള ഗുണങ്ങളൊക്കെ നഷ്ടമാകും. അതുകൊണ്ട് തലയിൽ തേക്കാൻ എടുക്കുന്ന എണ്ണ എപ്പോഴും ഡബിൾ ബോയിൽ ചെയ്ത് വേണം എടുക്കാൻ. കാച്ചിയ എണ്ണയില്ലെങ്കിൽ സാധാരണ പച്ച വെളിച്ചെണ്ണ എടുത്താലും മതി. എന്നിട്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ വിരലിടാൻ പാകത്തിനൊരു ചൂടായാൽ മതി. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ മുടിയിലെ ചെടയും കുരുക്കൊക്കെ കളഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഹോട്ട് ഓയിൽ മസാജ് മുടി വളർച്ച വർദ്ധിക്കുന്നതിനും മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും പണ്ടുകാലം മുതലേ ചെയ്തു പോരുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഇതുപോലൊരു കോട്ടണിൽ മുക്കി ആദ്യം തന്നെ തലയുടെ ഉച്ചിയിൽ കുറച്ച് ഉറ്റിച്ചു കൊടുക്കാം. തലയിലെല്ലാം എണ്ണ തേച്ച് തീരുന്നവരെ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എണ്ണ മാറ്റരുത്. ചൂടുവെള്ളത്തിൽ നിന്ന് എണ്ണ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ തണുത്തു പോകും. ഇനി തലമുടി ഇതുപോലെ ചീപ്പ് വെച്ച് വകഞ്ഞു മാറ്റി എണ്ണ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചൂടോടുകൂടിയ എണ്ണ സ്കാൽപ്പിലെല്ലാം ഒരേപോലെ ആയി കിട്ടാൻ ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണി എണ്ണയിൽ മുക്കി തലയിൽ തേക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്കാൽപ്പിലെല്ലാം ഒരേപോലെ എണ്ണയായി കിട്ടും. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ: മുടി വളർച്ച വർദ്ധിക്കുന്നതിനും തലയോട്ടിയിലെ വരൾച്ച മാറുന്നതിനും പ്രകൃതിദത്തമായ ഹെയർ കണ്ടീഷണറായി പ്രവർത്തിക്കാനും മുടികൊഴിച്ചിൽ തടയാനും മുടിയിഴകൾക്ക് കരുത്ത് നൽകാനും മുടിയുടെ അറ്റം പിളരുന്നത് മാറാനും താരനും താരൻ കൊണ്ടുള്ള ചൊറിച്ചിൽ അകറ്റാനും ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഹോട്ട് ഓയിൽ മസാജ് വളരെ ഫലപ്രദമാണ്. എണ്ണ തലയിൽ തേക്കുമ്പോൾ നമ്മുടെ കൈ തൊടാൻ പാകത്തിനുള്ള ചൂട് മാത്രമേ ആകാവൂ. അതിൽ കൂടുതൽ ചൂടോടെ നമ്മുടെ തലയിൽ തേക്കരുത്. അത് നമുക്ക് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. സോറിയാസിസ്, എക്സിമ പോലുള്ള സ്കിൻ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. മുടി വകഞ്ഞു മാറ്റി എല്ലായിടവും നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ ചൂടുവെള്ളത്തിൽ ഇരുന്നതുകൊണ്ട് മുടിയിലെല്ലാം എണ്ണ തേച്ച് തീരുന്നത് വരെ എണ്ണയ്ക്ക് ചൂടുണ്ടായിരുന്നു. ഇനി തലയ്ക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. ആദ്യം തന്നെ ഉച്ചിയിൽ ഇതുപോലെ ഒന്ന് തിരുമ്മി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഹെഡ് മസാജ് നമുക്ക് തന്നെത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റാരുടെയെങ്കിലും സഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സും ശരീരവും ഒക്കെ റിലാക്സ് ആയിരിക്കാൻ ആരുടെയെങ്കിലും സഹായത്തോടുകൂടി മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടെൻഷനും ഉത്കണ്ഠയും ക്ഷീണവും ഒക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു പരിഹാരം കൂടാണ് ഹോട്ട് ഓയിൽ മസാജ്. അതുപോലെ പ്രായം കൂടുന്തോറും ചിലരിൽ മുടികൊഴിച്ചിൽ കൂടുതലായി കാണാറുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. മാനസികമായ സമ്മർദ്ദം, ക്ഷീണം, പോഷകക്കുറവ്, ഇതല്ലാതെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളും കാരണമാവാം. ഇത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. മസാജ് ചെയ്യുന്നത് ഫിംഗർ ടിപ്പ് കൊണ്ട് തലയ്ക്കധികം പ്രഷർ കൊടുക്കാതെ സാവധാനം വൃത്താകൃതിയിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്യണം. ഹെഡ് മസാജ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൂടെ നോക്കാം. തലയിലെ അഴുക്ക് ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം വേണം മസാജ് ചെയ്യാൻ. മസാജ് ചെയ്യുമ്പം അമിതമായ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യരുത്. അത് മുടി കൊഴിച്ചിലിന് കാരണമാകും. തലയിൽ എണ്ണ തേച്ചതിന് ശേഷം പുറത്തുപോയി വെയിൽ കൊള്ളാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം. നമുക്ക് തലയിൽ തേക്കാനുള്ള കാച്ചിയ എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കാച്ചിയ എണ്ണ ഞാൻ വീട്ടിലുണ്ടാക്കിയതാ. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും മുടി തഴച്ചു വളരാനും മുടി ഇടതൂർന്ന് വളരാനും തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും വരൾച്ചയും താരനും അകറ്റി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ പറ്റിയ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയ എണ്ണയാണിത്. ഇതിൽ ഉലുവ, കരിഞ്ജീരകം, റോസ്മേരി, കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂ, കറിവേപ്പില, തുളസി, നെല്ലിക്ക, കയ്യോന്നി ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ ചേരുവകളാൽ ഉണ്ടാക്കിയ എണ്ണയാണിത്. ഈ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തലയിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കൈയുടെ ഈ ഒരു ഭാഗം വെച്ച് തലയിൽ എല്ലായിടത്തും ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുന്നത് രക്തോട്ടം വർദ്ധിക്കാൻ നല്ലതാണ്. എണ്ണ തലയിൽ തേക്കുമ്പോൾ കുറേയധികം കോരിയൊഴിച്ച് തേക്കണമെന്നൊന്നുമില്ല. സ്കാൽപ്പിലെല്ലാം നന്നായി ആകുന്നത് പോലെയും മുടിയിഴകളിൽ ആവശ്യത്തിന് മാത്രം തേച്ച് കൊടുത്താൽ മതി. മസാജ് ചെയ്തതിന് ശേഷം തലയ്ക്കൊരു ആവി കൊടുക്കുന്നത് നല്ലതാണ്. ബ്യൂട്ടി പാർലറിലൊക്കെയാണെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. നമുക്ക് വീട്ടിലാണെങ്കിൽ
കട്ടിയുള്ള ടവൽ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് തലയിൽ കെട്ടിവെച്ച് ആവി കൊള്ളിച്ചാലും മതി. ടവലിന്റെ ചൂടാറി കഴിയുമ്പം പിന്നെ ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്താൽ തലയിലെ രോമകൂപങ്ങൾ തുറക്കാനും എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ മുടിക്ക് ലഭിക്കാനും സഹായിക്കും. ആഴ്ചയിൽ 1-2 തവണ ഇതുപോലുള്ള മസാജ് കുറഞ്ഞത് 2 മാസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുടിയിലുണ്ടാകുന്ന മാറ്റം നമുക്ക് നേരിൽ കണ്ടറിയാൻ പറ്റും. ഇനി മുടിയുടെ താഴെ വരെ എണ്ണ തേച്ച് കൊടുക്കാം. പിന്നെ മുടിയെല്ലാം കൂടെ പൊക്കി കെട്ടിവെച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. തലയിൽ അധിക നേരം എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരുവിന്റെ പ്രശ്നമുള്ളവർക്ക് നെറ്റിയിൽ ചെറിയ ചെറിയ കുരുക്കൾ പൊങ്ങാൻ തുടങ്ങും. തല കഴുകുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകാതെ സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത്. തണുത്ത വെള്ളം പറ്റാത്തവർക്ക് വെള്ളത്തിന്റെ തണുപ്പ് ചെറുതായി മാറ്റിയിട്ട് തല കഴുകാവുന്നതാണ്. ഷാമ്പു ഇട്ടതിന് ശേഷം കണ്ടീഷണർ ഇടാൻ മറക്കണ്ട. കണ്ടീഷണർ മുടി വരണ്ട് പൊട്ടിപ്പോകാതിരിക്കാൻ സഹായിക്കും. സ്കാൽപ്പിലാകാതെ മുടിയിഴകളിൽ മാത്രം കണ്ടീഷണർ തേക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ. താങ്ക് യു.